ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇത് 2-3 ദിവസത്തെ കൂട്ടിയുള്ളൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അന്ന് ഞങ്ങൾ ഗോപുവിനെയൊക്കെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന വഴിക്ക് ഉള്ള ദിവസത്തെയാണ്. അങ്ങനെ 2-3 ദിവസം ഞാൻ കുറച്ച് ചെറിയ വീഡിയോ ആണ്. മോളൊക്കെ പോയിട്ട് എനിക്ക് ഭയങ്കര ഒരു മൂഡില്ലായിരുന്നു വീഡിയോ എടുക്കാനൊക്കെ. അപ്പോൾ ഇനിയും തുടർച്ചയായിട്ട് എടുക്കാം. ഇന്ന് 2-3 ദിവസത്തേക്ക് ഒരു ഭയങ്കര അപ്സെറ്റായിരുന്നു. നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് കയറുമ്പോൾ ആരും ഇല്ലാത്ത പോലെ ഒരു സുഖമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് അവരെ കയറ്റി വിട്ടിട്ട് ഞങ്ങൾ 2 മണിയായപ്പോൾ അവിടെ നിന്ന് തിരിച്ചു. നമ്മുടെ ഇവിടെ ഒരു ട്രാഫിക് ഉണ്ടെങ്കിൽ 3-3.5 മണിക്കൂർ എടുക്കും കേട്ടോ. അത് ആ സമയമല്ലായിരുന്നോ, സ്കൂളൊക്കെ വിടുന്ന സമയമായിരുന്നല്ലോ, വർക്കിംഗ് ഡേ ആയിരുന്നല്ലോ. അങ്ങനെ പക്ഷേ ഞങ്ങളുടെ നാടിൻ്റെ അടുത്തുള്ള സ്ഥലത്തെത്തി. അപ്പം നമ്മൾ ചായ കുടിക്കാറായല്ലോ, 5 മണി എങ്ങാണ്ടായി. അപ്പം നമുക്ക് ബസ്സിൽ കയറിയിട്ട് എന്തെങ്കിലും ചായക്ക് കുടിക്കാനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകാം, ചായയുടെ കൂടെ കഴിക്കാനുള്ള എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ മണ്ണർകാട് ബസ്സിൻ്റെ അവിടോട്ട് പോവാണ് കേട്ടോ. അപ്പോൾ പോകേണ്ട വഴി ഞാൻ വെറുതെ ഇങ്ങനെ ഒന്ന് എടുത്താണ്. അപ്പം ബസ്സിൽ അജ്ജു ഉണ്ട്, ഞാനും ഉണ്ട്, പിന്നെ നമുക്ക് ഡ്രൈവർ ചേട്ടനും ഉണ്ട്. അപ്പം അജ്ജു എന്ത് ചെയ്തു, അജ്ജു എന്ന് പറഞ്ഞാൽ എന്തൊക്കെ നമ്മുടെ ഈ ഏത്തയ്ക്കപ്പം നമ്മുടെ നാടൻ പലഹാരങ്ങളൊന്നും കഴിക്കത്തില്ല. അവൻ ലേസും കോക്കും അതൊക്കെ വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, നീ ഇവിടെ വരുമ്പോഴെങ്കിലും നാട്ടിലെ സാധനങ്ങൾ കഴിക്കുക. അവന് ടേസ്റ്റ് ചെയ്യാനേ ഇഷ്ടമില്ല, അങ്ങനെ മിക്ക മധുരമുള്ള സാധനങ്ങളും കഴിക്കത്തില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ വന്നിട്ട് അവൻ പതിപോലെ തന്നെ ഒരു ലേസിൻ്റെ ചിപ്സും ഒരു ഡയറ്റ് കോക്കും ഒക്കെ വാങ്ങിച്ചു. ഞാൻ അച്ചപ്പം, പിന്നെ ഏത്തയ്ക്കാപ്പം, നമ്മുടെ സ്ഥിര സാധനങ്ങളാണല്ലോ, ഹൽവ, പിന്നെ സുഖിയൻ, ഇത്ര സംഗതികൾ ഞാനും വാങ്ങിച്ചു കേട്ടോ. പിന്നെ എന്തായാലും വേറെ ഒരു സംഗതി കൂടെ വാങ്ങിച്ചു, ഒരു മധുരമുള്ള ബിസ്ക്കറ്റ്. അങ്ങനെ ഇത് ജാമറോളൊക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ വാങ്ങിക്കണം എന്നുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും വാങ്ങിച്ചില്ല. ഇത്ര സാധനങ്ങൾ വാങ്ങിച്ചിട്ട് തിരിച്ചു പോന്നു കഴിഞ്ഞപ്പം അവിടെ മഴ പെയ്തിട്ട് നിൽക്കുന്നത് ഭയങ്കര ഒരു സ്മെല്ല്. അപ്പോൾ അച്ചു പറയും, നാട്ടിലും ഇത്രയും അഴുക്ക് സ്മെല്ലോ, നാട്ടിലെ സാധനം ഇങ്ങനത്തെ സ്മെല്ലൊന്നും വരാറില്ല എന്ന് പറയുന്നത്. എന്നിട്ടും നല്ലൊരു അഴുക്കൊരു സ്മെല്ല് ആ ബസ്സിൻ്റെ മുമ്പിലെല്ലാം മഴ വന്നിട്ട്. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തി. പിന്നെ ചായയൊക്കെ കുടിച്ചെന്ന് വീഡിയോ ഒന്നും എടുത്തില്ല, അമ്മയ്ക്കും ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു. പിറ്റേ ദിവസം ഞങ്ങൾ കഞ്ഞിക്കുഴി വരെ അച്ഛനെയും കൊണ്ട് വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ എനിക്ക് നല്ല ടെൻഷനുണ്ട്. എനിക്ക് ലൈസൻസ് ഉണ്ട്, ഞാൻ അതുകൊണ്ട് സൈഡിലിരിക്കും. അച്ഛൻ ലേണേഴ്സാണുള്ളത്. അപ്പോൾ എനിക്ക് ത്രെഡിങ് ഒക്കെ ഒന്ന് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കോട്ടയത്തിന് മുമ്പുള്ള കഞ്ഞിക്കുഴി എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിരിക്കുകയാണ്. അങ്ങനെ ത്രെഡിങ് ഒക്കെ ചെയ്തിട്ട് വീട്ടിൽ വന്നപ്പോൾ ഉച്ചയായപ്പോൾ അമ്മ അന്ന് നോക്കിയപ്പോൾ അമ്മയ്ക്ക് ജോലി ചെയ്യുന്ന ചേച്ചി വന്നിട്ടില്ല. അപ്പോൾ അമ്മ തന്നെ പാവം ഇത്രയും സംഗതികളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കും. അമ്മ പറഞ്ഞാൽ തൂത്ത് വാരിയിട്ടൊന്നുമില്ല, എല്ലാം മെസ്സായിട്ട് കിടക്കുക, ആഹാരം മാത്രം ഉണ്ടാക്കി. അപ്പം ചീരത്തോരൻ, മഷ്റൂം തോരൻ, മീൻ കറി, പിന്നെ കടച്ചക്ക തീയൽ, കുറേ സംഗതികൾ അമ്മ ഉണ്ടാക്കി കേട്ടോ അന്ന്. ഇത് നിലത്തെ പരിപ്പ് മുരിങ്ങയിലയും കറി, മീൻ വറുത്തത്, അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറുണ്ടാനിരുന്നപ്പോഴാണ് നമ്മുടെ കരിക്കുകാരൻ്റെ അവിടെ പോയിട്ടുണ്ട് കരിക്ക് വാങ്ങിക്കാൻ. അപ്പോൾ അയാളുടെ ഫോൺ വന്നു, കരിക്ക് വന്നിട്ടുണ്ടെന്ന്. പിന്നെ ഞാൻ വെച്ചും കൂടെ തിരിച്ച് വന്ന് ആ കരിക്കും വാങ്ങിച്ച് കരിക്കും എടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഉണ്ടത്. അത് കഴിഞ്ഞ് വൈകുന്നേരം അച്ചു വണ്ടി ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞ് വെളിയിലിറങ്ങി വാക്യൂം ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സന്ധ്യയാകുമ്പോൾ മഴയൊന്നുമില്ല, നല്ലൊരു ഈവനിങ് ആയിരുന്നു. അപ്പോഴത്തേനും പിള്ളേർ, മുകളിൽ താമസിക്കുന്ന വീട്ടിലെ പിള്ളേർ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ ചെറിയ റോഡുണ്ട്, അവിടെ കൂടെ ഇങ്ങനെ കളിക്കാനായിട്ട് ഇറങ്ങി വന്നിരിക്കുക. അപ്പം ഞാനിങ്ങനെ നോക്കുമായിരുന്നു, ഇവർ സംസാരിക്കുന്നത് ഇങ്ങനെ കേൾക്കുക, കുറേ നേരമായിട്ട് ഇവരിങ്ങനെ കേൾക്കുന്നുണ്ട്. അപ്പം നമ്മളിങ്ങനെ ഗേറ്റിൻ്റെ അടുത്തോട്ട് വന്നപ്പോൾ അവരങ്ങ് പോയി കേട്ടോ. അവിടെ വന്ന് എല്ലാവരും കൂടെ ഭയങ്കര വലിയ വലിയ സംസാരങ്ങളാണ് കേട്ടോ. ഇപ്പം ഞാനിങ്ങനെ നമ്മുടെ പണ്ടത്തെ ഈവനിങ്ങൊക്കെ ഞങ്ങളിങ്ങനെ ഹോംവർക്കൊക്കെ ചെയ്ത് വെച്ചിട്ട് പെട്ടെന്ന് കളിക്കാൻ ഇറങ്ങുമായിരുന്നു. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ നടക്കാനിറങ്ങിയപ്പം എൻ്റെ കൂടെ ഞാൻ പറഞ്ഞു എനിക്കൊരു ഫ്രണ്ടിനെ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പം നടക്കാനിറങ്ങി പുള്ളിക്കാരി പറഞ്ഞു ഇവിടെ അടുത്തൊരു ജിമ്മുണ്ട്, നമ്മൾ നടക്കുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ അവിടുത്തെ ട്രെയിനറിനോട് സംസാരിച്ച് ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വെച്ചു നമുക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ട്രെയിനർ നമ്മളെ കൊണ്ട് ഒരു ഡെമോ ക്ലാസ് പോലെ കുറച്ചൊക്കെ ചെയ്യിച്ചു. അപ്പം ഞാൻ വലിയ അവിടെ ജിം ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുകയാണ് കേട്ടോ. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല കേട്ടോ, നമ്മളവിടെ ജസ്റ്റ് ഒന്ന് പോയി ഡെമോ ക്ലാസ് എടുത്തേ ഉള്ളൂ. അന്നൊരു മണിക്കൂർ അതുകൊണ്ട് നമ്മൾ നടന്നില്ല, ജസ്റ്റ് അവിടെ പോയി ഡെമോ ക്ലാസ് എടുത്തിട്ട് വന്നു. അപ്പം നമ്മളിങ്ങനെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം, രാവിലെ 5 മണിക്ക് തുറക്കും സമയം ഉണ്ടെങ്കിൽ. പക്ഷെ എനിക്ക് അമ്പലത്തിലൊക്കെ പോകണുണ്ട്, ആ സമയത്ത് വരാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ വെക്കേഷൻ വരുമ്പോൾ ജിമ്മിൽ പോകാനുള്ള ഒരു മൂഡും കുറവായിരിക്കും. പക്ഷേ എന്തെങ്കിലും കുറച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും, കാരണം ഞാൻ അതുപോലെയാണല്ലോ കഴിക്കുന്നത്. അപ്പോൾ ഏതായാലും അന്നത്തെ ദിവസത്തെ ഒരു ദിവസം ഞാൻ ചെയ്ത ജിമ്മിലെ ആക്ടിവിറ്റി ഞാൻ ചെറുതെ ജസ്റ്റ് അയാളിങ്ങനെ ഒന്ന് നമ്മളിങ്ങനെ ചെയ്യിപ്പിച്ച് നോക്കുമായിരുന്നു കേട്ടോ, എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ചെയ്യുന്നതാണല്ലോ നേരത്തെ ഇങ്ങനത്തെ മെഷീൻസിലൊക്കെ. അപ്പം ഞാൻ കുഴപ്പമില്ലാതെയൊക്കെ ചെയ്തു. പക്ഷെ നാളെ ഇന്നിപ്പം 1 മാസം ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. കഴിഞ്ഞ മാസം 30-ാം തീയതി ഗോപു വന്നപ്പോൾ
ഞാൻ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായ വ്യത്യാസം എൻ്റെ ബോഡിയിൽ കാണാനും തുടങ്ങി. ഇതൊക്കെ ചെയ്യുമ്പോൾ നല്ല വേദന എടുക്കുന്നുണ്ട്. ഇതാണ് നമ്മൾ ഒരു ദിവസം ഒരു മാസമൊക്കെ ഒന്ന് ബ്രേക്ക് എടുത്തു കഴിഞ്ഞാൽ പിന്നെയും പുതിയതുപോലെ തന്നെ തുടങ്ങണം. അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. ജസ്റ്റ് ഇതൊരു ഡെമോ ക്ലാസ് ആയിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പിറ്റേ ദിവസം ഒരു കല്യാണം ഉണ്ടായിരുന്നു. കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവിൻ്റെയാണ് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അച്ഛനും അമ്മയും പോയാൽ മതി. പക്ഷേ എനിക്കൊരു സദ്യ ഉണ്ടാകാനുള്ള കൊതി കൊണ്ട് ഞാൻ വന്നു. പിന്നെ എൻ്റെ കസിൻസ് എല്ലാവരും കാണും. അവരുടെ, അതായത് എൻ്റെ അമ്മായിയുടെ ഫസ്റ്റ് കസിൻ്റെ, അമ്മായിയുടെ ചേച്ചിയുടെ മോളുടെ കല്യാണം. അപ്പോൾ അമ്മായിയുടെ മക്കളെല്ലാവരും കാണും. അവർ നമ്മൾ കസിൻസ് ആണല്ലോ. അപ്പോൾ അവരെ എല്ലാവരും കാണാം. പിന്നെ ഒരു സദ്യ ഉണ്ടാകാമല്ലോ എന്ന് വെച്ച് ഞാൻ വന്നു കേട്ടോ. ഞാനും അച്ചുവിനെ കൊണ്ട്. അച്ചു അങ്ങനെ ഇവിടുത്തെ കല്യാണങ്ങളൊന്നും കൂടിയിട്ടില്ല. കുറേ വർഷങ്ങളായി അച്ചു നാട്ടിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കല്യാണങ്ങളൊന്നും കൂടിയിട്ടില്ല. അപ്പം ഞാൻ അച്ചുവിനെ ഒന്ന് കാണിച്ചു കൊടുക്കാമല്ലോ എന്ന് വെച്ച് വന്നതാണ് കേട്ടോ. നല്ല കല്യാണമായിരുന്നു. നല്ല സിമ്പിൾ കല്യാണമായിരുന്നു കേട്ടോ. ഏറ്റുമാനൂരായിരുന്നു. ഏറ്റുമാനൂർ ഒരു പുതിയൊരു ഓഡിറ്റോറിയം ഉണ്ടല്ലോ, അവിടെയായിരുന്നു. അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റൊക്കെ നല്ലതാണ്. അത് 1200 പേർക്കൊക്കെ ഇരിക്കാൻ ഒറ്റയടിക്ക്. AC ഹോളാണ്. പക്ഷേ അവരുടെ സദ്യ കഴിക്കുന്ന സ്ഥലത്തുള്ളി 250 പേരെ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ 1200 പേര് കഴിച്ചിട്ട് എല്ലാവരും ലൈനായിട്ട് ക്യൂ നിൽക്കണം. എത്ര പ്രാവശ്യം ഇരുന്നാലാണ് തീരുക. അതുകൊണ്ട് അതൊരു മാനേജ്മെൻറ്റ് പോലെ എനിക്ക് തോന്നി. കാരണം ഒരിടത്തൂടെ മാത്രം എൻട്രൻസ്, എല്ലാവരും വെയിറ്റ് ചെയ്യുകയാണ് ഒരാൾ കഴിച്ചിട്ട് അടുത്ത ആൾ ഇറങ്ങാനായിട്ട്. അതൊരു രസം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ചെറുക്കനെ വിളിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു അതിൻ്റെ എനിക്ക് ഈ ഒരു നാദസ്വരം കേൾക്കുമ്പോൾ നമുക്ക് കല്യാണം കഴിച്ച ആൾക്കാർക്കും ഒക്കെ ഒരു വേറൊരു ഫീലിംഗ് അല്ലേ. ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇപ്പോഴും ശരിപ്പോൾ താലി കിട്ടുന്ന സമയത്തുള്ള മ്യൂസിക് ഒരു സ്പെഷ്യലാണല്ലേ. അത് കേൾക്കുമ്പോൾ എന്തൊക്കെയോ ഓർമ്മ വരും. അങ്ങനെ ഞങ്ങൾ സദ്യയ്ക്ക് വേണ്ടി, ഞാൻ പറഞ്ഞല്ലോ, സദ്യയ്ക്ക് പോയി നിന്ന് ക്യൂ നിന്ന് ഒരു ആൾക്കാർ ഫുൾ ഇല ഇട്ടപ്പോൾ നമ്മൾ അവിടെ നിന്നിട്ട് അവർ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെയാണ് ഞങ്ങൾ തള്ളി കയറുന്ന പോലെ ആയിപ്പോയി കേട്ടോ. അപ്പോൾ അച്ഛനൊക്കെ പറയുന്നുണ്ട് നമുക്ക് തിരിച്ചു പോയേക്കാം, അവിടെ എന്തെങ്കിലും കഴിക്കാം. ഞാൻ പറഞ്ഞില്ല, സദ്യ കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, അതുകൊണ്ട് ഞാൻ എന്തായാലും കഴിക്കുന്നു. അങ്ങനെ. പക്ഷെ നല്ല സദ്യ, വെയിറ്റിന് ബർത്തായിരുന്നു കേട്ടോ. നല്ല സദ്യയായിരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഇങ്ങോട്ടുള്ള, എനിക്ക് പാലക്കാട് തൃശ്ശൂർക്കാരുടെ സദ്യയേക്കാൾ ഇഷ്ടം നമ്മുടെ ഇവിടുത്തെ സദ്യ കേട്ടോ. അപ്പോൾ ഇതിനകത്തൊരു സ്പെഷ്യൽ ഡിഷ് എന്ന് പറഞ്ഞാൽ ഞാൻ കണ്ടത് കോവയ്ക്ക ഫ്രൈ ചെയ്തത്. അത് നല്ല രസമുണ്ട് കേട്ടോ. അത് ആദ്യമായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്നൊക്കെ വരുമ്പോൾ സദ്യ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നല്ല സ്പെഷ്യലല്ലേ. ഇവിടെ ഇവരൊക്കെ കല്യാണം കൂടി കഴിച്ച് മടുത്ത് കിടക്കുക. അതുകൊണ്ട് ഇവർ പോയേക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ എല്ലാവരും എൻ്റെ കസിൻസിനെല്ലാം പിടിച്ചെടുത്തില്ലല്ലോ, കഴിച്ചിട്ട് നമ്മൾ പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ പപ്പടമൊക്കെ വന്നു, വെള്ളം വന്ന്, ചോറിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാനാണെങ്കിൽ രാവിലെ മുതൽ എനിക്ക് സദ്യ കഴിക്കണം എന്നുള്ളതുകൊണ്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കുറച്ച് കഴിച്ചുകൊണ്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ ആദ്യം പരിപ്പ് വന്നു, നെയ്യ് വന്നു, പപ്പടം വന്നു. അങ്ങനെ അടിപൊളിയായിട്ടൊരു സദ്യ കഴിച്ചു കേട്ടോ. ബോളിയും പാൽപ്പായസം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂട്ടി സദ്യ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് എൻ്റെ കസിൻ്റെ വൈഫാണ് കേട്ടോ അടുത്തിരിക്കുന്നത്, അതിൻ്റെ അടുത്ത് അച്ചു. അപ്പോൾ എല്ലാം നമ്മൾ ഈ ഫുൾ നമ്മളുടെ ആൾക്കാരായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു. കുറേ ടൈം എല്ലാവരുടെയും കൂടെ സ്പെൻഡ് ചെയ്തു. ഇനി അവിടെ പോകാൻ പറ്റുമോ എന്നറിയത്തില്ല അവരുടെ വീട്ടിൽ. പക്ഷേങ്കിൽ അങ്ങനെ എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു. കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. കാരണം നമ്മളും കല്യാണത്തിന് കുറേ മുമ്പും വന്നായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ടും കുറേ നേരം നമ്മൾ ഇങ്ങനെ കസിൻസൊക്കെ കൂടുമ്പോൾ എന്ത് രസമല്ലേ. ഇത് എൻ്റെ അമ്മാവൻ്റെ മോനാണ് കേട്ടോ. അത് മോനും മോൻ്റെ ഭാര്യ, അമ്മാവൻ്റെ 3 മക്കളുടെ ഭാര്യമാരും മക്കളും ഒക്കെയാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും അജും കുറേ ദിവസം കൂടിയാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരെയും കണ്ട് നല്ല സംസാരിച്ച് കുറേ നല്ല ടൈമൊക്കെ സ്പെൻഡ് ചെയ്തു. പിള്ളേരുടെ കൂടെയൊക്കെ നല്ല രസമാണ്. അപ്പം അമ്മായി പറയായിരുന്നു നിങ്ങൾ അങ്ങോട്ട് വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. സമയമുണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങാമെന്ന് പറഞ്ഞു. എനിക്കിനിയും അജു ഈ വീക്ക് പോകും. ഇതാണ് എൻ്റെ അമ്മാവനും ഏറ്റവും വലിയ അമ്മാവനും അമ്മായിയാണിത്. അപ്പം അമ്മായിയുടെ അടുത്തോട്ട് ചെല്ലണം എന്നൊക്കെ അമ്മായി പറയുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ചു വന്നു. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.